ഹലോ. അപ്പം നമ്മൾ ഇന്ന് ഉഷ ചാനോമിൽ എങ്ങനെയാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മെഷീൻ എടുത്തിട്ട് ഒരു 8 മാസത്തോളമായി. അപ്പോൾ അതിന് മുമ്പൊക്കെ ഞാൻ പുറത്ത് കൊടുത്താണ് ഞാൻ ബട്ടൺ ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്യാറ്. അതായത് നമ്മൾ കോട്ട്, അതുപോലെ നമ്മൾ ക്രോപ്പ് ടോപ്പ്, ഫ്രണ്ട് ഓപ്പണൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ബട്ടണൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബട്ടൺ ഹോളൊക്കെ തുന്നി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പുറത്ത് കൊടുത്താണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു മെഷീൻ എടുത്തേ പിന്നെ എനിക്കതൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നമുക്കിതിൽ ഈസി ആയിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായി തന്നെ നമുക്ക് ബൊട്ടിക് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഡ്രസ്സസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടണാണ് ഞാനിവിടെ ബട്ടൺ ഹോൾ ചെയ്യുന്നതിനായിട്ട് എടുക്കുന്നത്. അതായത് കോട്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരുവിധം ഒരു വലിയ ബട്ടൺ, സാധാരണ ബട്ടണേക്കാളും കുറച്ച് വലിപ്പമുള്ള ബട്ടണാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഞാൻ എടുക്കുന്നത്. അതുപോലെ ഇതിൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോബ്, 2 നോബുണ്ട്. ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും പിന്നെ സെലക്ടറും. ഒരുപാട് സ്റ്റിച്ചസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ 6 ആഗ് സ്റ്റിച്ച്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച്, 6 ആഗ് സ്റ്റിച്ചിൽ തന്നെ ഒരുപാട് പാറ്റേൺ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് നോർമൽ സ്റ്റിച്ച് ഇതിൽ നമുക്ക് സ്പീഡ് എനിക്ക് ജാക്കിൽ തന്നെയാണ് ഞാൻ ചെയ്യാറ്. ബാക്കി നമ്മൾ ലോക്ക് ചെയ്തെടുക്കുന്നതും അതുപോലെ ടങ്കീസ് ചെയ്യുന്നത്, സിബ് അറ്റാച്ച് ചെയ്യുന്നത്, ബട്ടൺ ഹോൾ പിടിപ്പിക്കുന്നതൊക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രഷർ ഫുട്ട് ചേഞ്ച് ചെയ്യാനും എളുപ്പമാണ്. ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ലിവർ പിടിച്ചൊന്ന് ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഫുട്ട് താഴെ വീണ് കിട്ടും. അപ്പോൾ ഈ ഒരു ബട്ടൺ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തുണിയുടെ അരി ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബട്ടൺ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട്, ബട്ടണോട് ചേർന്നല്ല, ഒരു പോയിൻ്റ് മുകളിലായിട്ട് വേണം നമ്മളിതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാൻ. രണ്ടറ്റത്തും ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് രണ്ടും ഇതുപോലെ ഒന്ന് വരച്ച് ഒരു ബോക്സ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ബോക്സ് രൂപത്തിലാക്കിയെടുക്കുക. ബട്ടണോട് ചേർന്ന് വരയ്ക്കരുത്, ഒരു പോയിൻ്റ് വിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ബട്ടൺ ഒരുപാട് ടൈറ്റായി പോകും. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബട്ടൺ ഇതിൽ കയറാനായിട്ട് ഇച്ചിരി ടൈറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു പോയിൻ്റ് വിട്ട് മാർക്ക് ചെയ്യാൻ പറയുന്നത്. ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയി തന്നെ ഈ ഒരു ലൈൻ നമുക്ക് മാർക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു പണിയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ മെഷീനിൽ നമുക്ക് ബട്ടൺ ഹോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പ്രഷർ ഫുട്ട് ഈ ഒരു ലിവർ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് വീണ് കിട്ടും. എന്നിട്ട് നമ്മളത് മാറ്റി നമുക്ക് ഏത് ഫുട്ടാണോ വേണ്ടത് അത് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നോർമൽ ഫുട്ടാണ് ഇതിൽ കിടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബട്ടൺ ഹോളാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഈ ഫുട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ മൂവിങ് ആയിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഫുട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു പോയിൻറ്റുകൾ റെഡ് കളറിൽ നമുക്കിവിടെ മാർക്ക് ചെയ്തൊരു പോർഷൻ കാണാം. ആ ഒരു ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ വേണം ഫുട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ഫുട്ട് ഇവിടെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊരു കമ്പി പോലെ കാണുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്തോട്ട് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലോട്ടാക്കി വെച്ച് ആ ഒരു കമ്പിയിലോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ആ പോയിൻ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായി നമുക്ക് പ്രഷർ ഫുട്ട് അതിൽ അറ്റാച്ച് ആയി കിട്ടും കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ പ്രസ് ചെയ്ത് പൊക്കുമ്പോൾ ഇതുപോലെ നമുക്കത് ഫുട്ട് അതിൽ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഫുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോൾ ഫ്രണ്ടിലോട്ട് നമ്മൾ ആ പ്രഷർ ഫുട്ട് ആക്കി വെച്ചിട്ട് നമുക്ക് തുണി, നമുക്ക് എവിടെയാണോ ബട്ടൺ ഹോൾ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ ആ ഒരു ഹോൾ കാണുന്ന ആ ഭാഗത്തോട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ സൂചിയുടെ ഭാഗം ഇപ്പുറത്തെ ലൈൻ്റെ ആ ആദ്യത്തെ എൻഡിൽ കറക്റ്റായിട്ട് താഴോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് സൂചി ഉയർത്തിയിട്ട് നമുക്ക് ആദ്യം സെലക്ടർ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടൺ ഹോളിൻ്റെ ആ ഒരു 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്താണ് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ബട്ടൺ ഹോളിൻ്റെ ബോക്സ് പോലെയുള്ള ആ ഒരു ഭാഗത്തിൽ 1 സെലക്ട് ചെയ്യുക. എന്നിട്ട് ലെങ്ത്ത് നമ്മൾ 1നും 2നും ഇടയിലുള്ള ആ ഒരു ബട്ടൺ ഹോളിൻ്റെ ആ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്ന ആ ഒരു സെൻറ്ററിലായിട്ട് അതും സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ സൂചിയുടെ ആ ഒരു എൻഡ് പോർഷൻ ആ ലൈനിൻ്റെ ഈ അറ്റത്ത് കറക്റ്റ്
കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്ന ആ ഫസ്റ്റ് പോയിൻ്റ്, ആ ആദ്യത്തെ പോയിൻറ്റിലോട്ട് കറക്റ്റ് കുത്തുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി കേട്ടോ. ഇതുപോലെ ചെറിയ സ്റ്റിച്ച്, 6 ആയ സ്റ്റിച്ചായിട്ട് നമുക്ക് വീണ് കിട്ടും. എന്നിട്ട് ആ ലൈൻ്റെ ഈ എൻഡിലോട്ട് കറക്റ്റ് വരുമ്പോൾ അവിടെ നിർത്തുക. എന്നിട്ട് സൂചി ഒന്ന് പൊക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ രണ്ടിലോട്ട് നമ്മൾ സെലക്ടർ നോബ് രണ്ടിലോട്ട് ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 4 or 5 സ്റ്റിച്ച് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു നീളത്തിൽ അവിടെ നമുക്ക് ഒരു 4 സ്റ്റിച്ചെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പുറത്തെ ലൈനിലോട്ട് സൂചി നിൽക്കുന്ന രീതിയിൽ നമ്മൾ 3 സെലക്ട് ചെയ്യാം. 3 സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട, ഈ സെലക്ടർ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. 3 സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ റിവേഴ്സായിട്ടാണ് നമ്മൾ ആ 6 ആക്സ് സ്റ്റിച്ച് പോവുക. കണ്ടോ, റിവേഴ്സിലോട്ട് പോവും. എന്നിട്ട് ആ കറക്റ്റ് ആദ്യത്തെ എൻഡിലോട്ട് വരുമ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് വീണ്ടും 4 സെലക്ട് ചെയ്യാം. 4 നമുക്ക് ആ ഒരു മുകളിലുള്ള സ്റ്റിച്ചാണ്, അതൊരിത്തിരി ലോങ് ആയിട്ട് ഒരു 3 or 4 or 5 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് തന്നെ ബട്ടൺ ഹോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തുന്നിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം നമുക്കതിനെടുക്കേണ്ടി വരും. അതുപോലെ പുറത്തൊക്കെ കൊടുക്കുകയാണെങ്കിലും നമുക്ക് അടുത്തൊന്നും ഇത് ബട്ടൺ ഹോൾ ചെയ്യുന്ന സ്ഥലമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ടൗണിലൊക്കെ പോയി തന്നെ കൊടുക്കണം. അത് ഒരുപാടൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ വേണമല്ലോ ഇതിനൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും നമ്മൾ കോട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഐറ്റംസൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കിതിൽ ചെയ്തെടുക്കായിരിക്കും കൂടുതൽ എളുപ്പം. എന്നിട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളിട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ആ ഒരു മുകളിലുള്ള ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഇതുപോലെ ഒരു നീഡിൽ കുത്തി വയ്ക്കുക. എന്നിട്ട് ഈ ത്രെഡ് കട്ടർ ഉപയോഗിച്ച് ഇതുപോലൊന്ന് കുത്തിയെടുത്തിട്ട് അവിടെ ഒരു ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ അറ്റത്തെ ആ ഒരു സ്റ്റിച്ച് പോവാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ ആ ഒരു നീഡിൽ വെച്ച് ഫിക്സ് ചെയ്തത്. അപ്പോൾ കണ്ട കറക്റ്റ് ആ ഹോള് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വല്ല നൂലൊക്കെ പൊന്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ നീഡിലൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ ആ സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ബട്ടൺ ഹോൾ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ ആ ബട്ടൺ നമുക്ക് അതിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് അതിലൂടെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടൺ ഹോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു മെഷീൻ ഉറപ്പായിട്ടും നിങ്ങൾ മേടിക്കുക. നമുക്ക് ആ മെഷീൻ്റെ നമുക്ക് ഒരുപാട് ഉപയോഗം എന്ന് പറയാനില്ല. നമുക്ക് സാധാ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ കൊണ്ടാണ് നമുക്ക് കൂടുതലും ചെയ്യാൻ പറ്റുക. എങ്കിലും ഇങ്ങനെയുള്ള ഇതുകളൊക്കെ വരുമ്പോൾ നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.